അഴിമതി ഇന്ത്യയുടെ മേൽ പിടിമുറുക്കിയ കാലത്ത് ജയപ്രകാശ് നാരായണൻ ഒരു പ്രസ്ഥാനം നയിച്ചതുപോലെ ഈ കേരളത്തിലൊരു പ്രസ്ഥാനം വളർന്നു വരുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട്? കേരളത്തിൽ പ്രസ്ഥാനം വളർന്നു വരണമെങ്കിൽ ജയപ്രകാശിൻ്റെ ഒരു ഔന്നത്യമുള്ള ഒരു നേതാവ് ഉണ്ടാകണം. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഈ സാധ്യത ഞാൻ കാണുന്നത് ജനങ്ങൾ ഒന്നിച്ച് സംഘടിച്ച് പ്രതിരോധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അല്ലെങ്കിൽ ഓരോരുത്തരും അഴിമതി എവിടെ കണ്ടാലും അതിനെതിരെ പ്രതിരോധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അതിന് പറ്റിയ ഒരു മാനസികാവസ്ഥ അവരിൽ സംജനിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിന് മാറ്റം വരൂ. അതിന് നേതൃത്വം കൊടുക്കാൻ ആളില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥ. ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്താണ് അതിന് അങ്ങനെ ഒരു പെട്ടെന്നൊരാൾ ഉദയം ചെയ്യാനുള്ള സാധ്യത ഇല്ലെന്ന് അങ്ങ് തീർത്തും വിശ്വസിക്കുന്ന ഒരാളാണ്? ആണ് എന്ന് വെച്ചാൽ ഞാൻ ശുഭാപ്തി വിശ്വാസി അല്ല എന്ന് വരുന്നില്ല. എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ വളർന്നു വരുന്ന തലമുറ, അവരിൽ ചിലർ ഇതിൻ്റെയൊക്കെ ഉദയം ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. ഒരു പ്രത്യേക ശക്തി, ഒരു പ്രത്യേക നേതാവ്, നയിക്കാൻ അറിവും കഴിവും പ്രാഗൽഭ്യവും താല്പര്യവും എല്ലാമുള്ള ഒരാൾ ഒരുപക്ഷെ ഉയർന്നു വന്നേക്കും. ആ പ്രതീക്ഷയിലാണ് ഞാൻ. കേരളത്തിൻ്റെ വ്യാവസായിക സാമ്പത്തിക പുരോഗതിക്ക് മുഖ്യ തടസ്സമായി നിൽക്കുന്ന ഘടകം എന്താണ്? ഞാൻ ഈ പറഞ്ഞ താല്പര്യമില്ലായ്മയും സ്വാർത്ഥതയും ദീർഘവീക്ഷണമില്ലായ്മയും. കാരണം ഇപ്പോൾ വ്യാവസായികമായ വളർച്ച ഉണ്ടാകണമെങ്കിൽ ആ കാര്യത്തിൽ അറിവും പരിചയവും കഴിവും താല്പര്യവുമുള്ള ഒരാൾ അതിൻ്റെ തലപ്പത്ത് വേണം. ആ തലപ്പത്തിരിക്കുന്ന ആളുടെ ലക്ഷ്യം വേറെയായാൽ ഫലവും വേറെയാകും. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഈ മന്ത്രിമാർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവ് വേണമെന്നില്ല. പക്ഷേ അറിവുള്ളവരുടെ ആ അറിവ് ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അവർക്കേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ കേരളത്തിലെ വ്യവസായത്തെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിലെ വ്യാവസായിക രംഗത്തെപ്പറ്റി പൊതുവായൊരു കാഴ്ചപ്പാടുണ്ടാക്കി അതിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഉള്ള സന്നദ്ധത ഉണ്ടായാൽ തന്നെ കാര്യങ്ങൾ മാറും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, പക്ഷേ അതോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്ന വേറൊരു വിമർശനമുണ്ട്. നമ്മുടെ രാജ്യത്ത് പല പുരോഗതിക്കും തടസ്സമായി നിൽക്കുന്നത് ബ്യൂറോക്രാറ്റൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഉദ്യോഗസ്ഥവൽക്കരണം. അങ്ങ് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൽ പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ ഒരു ബ്യൂറോക്രാറ്റൈസേഷൻ എപ്പോഴെങ്കിലും വലിയ വിഘാതങ്ങൾ നമ്മുടെ പുരോഗതിക്ക് വിഘാതമായി നിന്നിട്ടുണ്ടോ? എൻ്റെ അനുഭവത്തിലില്ല. ഞാൻ ബ്യൂറോക്രാറ്റ് ആയിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്വല്പം ഉപ്പ് ചേർത്ത് വിശ്വസിച്ചാൽ മതി. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ബ്യൂറോക്രസിക്കെതിരെ എങ്ങനെയാണ് ആരോപണം ഉയർത്തുക, ആക്ഷേപം ഉയർത്തുക? കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ അധികാരം മുഴുവനും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിലാണ്. അപ്പോൾ അവർക്ക് കഴിവുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് കുറേ കൂടി ശക്തമാകണം. അറിവിൻ്റെ ശക്തി വേണം അവർക്ക്. അധികാരത്തിൻ്റെ ശക്തി പോരാ, അറിവിൻ്റെ ശക്തി വേണം. ഇപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിനൊക്കെ എങ്ങനെയാണ് ഈ പഴയ ICSകാരെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞത്? പട്ടേലിന് എങ്ങനെയാണ് സാധിച്ചത്? അവർക്കൊക്കെ അറിവും കഴിവും മറ്റേ രാഷ്ട്ര മീമാംസയിൽ താല്പര്യവും ദേശീയ ബോധവും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ കേരളത്തെ പറ്റി പറഞ്ഞാലും ഏത് സംസ്ഥാനത്തെ പറ്റി പറഞ്ഞാലും ഈ ബ്യൂറോക്രാറ്റ്സിനെ നിയന്ത്രിക്കാനുള്ള അധികാരം, ഉപയോഗിക്കാനുള്ള കഴിവ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുണ്ടെങ്കിൽ പ്രശ്നമില്ല. പലപ്പോഴും അതില്ലാത്തത് കൊണ്ട് ഇവർ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരായിത്തീരുന്നു. അറിവിനെ അറിവ് കൊണ്ട് നേരിടാൻ അവർക്ക് പറ്റുന്നില്ല.